ഹായ് ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് മാളൂനെ സ്കൂൾ വിട്ടിട്ട് കൊണ്ടുവരാൻ വേണ്ടി പോകണം. നമ്മൾ അമ്മമ്മയുടെ വീട്ടിൽ വന്നേക്കാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് വലിയ വന്നിട്ടുണ്ട്. പിന്നെ മീനാക്ഷി കുറച്ച് കഴിഞ്ഞ് വരുള്ളൂ. ഇതുവരെ നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞൻ വരണ വഴിക്ക് അവൻ മാളൂൻ്റെ സ്കൂൾ ബസ് കണ്ടു. അവൻ മാളൂന് സർപ്രൈസ് കൊടുക്കുന്നതാണ് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നമ്മൾ മാളൂനെ കൊണ്ടുവരാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ ഇതാണ് ഗൈസ് നമ്മുടെ വഴി പോണത്. കുറച്ച് നല്ല റോഡായതുകൊണ്ട് കുഴപ്പമില്ല. ഐ തിങ്ക് മാളു വീട്ടിലെത്തി കാണും. ഇല്ല, അത്ര സ്പീഡിലൊന്നും എത്തില്ല. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഇത്ര ആയിട്ടുള്ളൂ. ഒരു ലോഡ് നടക്കാനുണ്ട്. എവിടെ കാറ്റ്സ്ക്ലോ നമ്മൾ കുറെ ദിവസം ഭയങ്കര മഴയാണ്. തിരുവനന്തപുരത്തായിരുന്നു മഴ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇവിടെ ഭയങ്കര മഴയുണ്ട്. ഭയങ്കരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും മിണ്ടാണ്ടിരിക്കണം. ഞാൻ പറയുന്നൊന്നും മനസ്സിലാവാറില്ല. അത് വേറൊരു കാര്യം. സംസാരിക്കാൻ അറിയില്ല, അത് വേറെ കാര്യം. ആളിപ്പോൾ നമ്മളെ കണ്ട് ഞെട്ടി വീഴും. ഓ ദേ കിളികൾ. അല്ലാണ്ട് ആര് നിൽക്കാൻ. ഇവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ കാണാനില്ല. ഇവിടെ ഞങ്ങൾക്ക് ഇന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കണ്ടോ, നല്ല അടിപൊളി ബാമ്പു അല്ല ഗൈസ്. അങ്ങനെ മാള് വീട്ടിലെത്തിയിട്ടുണ്ടോ? അവിടെ ഒന്നും ആരും കാണാനില്ല. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും. തിരിച്ചു പോകണം. ഒരു വീട്ടിൽ നിറച്ച് റംബൂട്ടാൻ നിൽക്കണം. പക്ഷേ ചെറിയ റംബൂട്ടാൻ കാര്യമില്ല. അതുപോലെയാണ് അവരുടെ റെഡ് ഉണ്ടായിരിക്കുന്നത്. അത് വലുതാട്ടാ. മാളുവിനെ കാണുവാനില്ലാത്തൊരു വീഡിയോ ആണ് കഴിച്ചത്. മാളുവിനെ കാണുവാനില്ല. മാളു ഇസ് മിസ്സിങ്. സോ എന്തോ ഒരു മിസ്റ്ററി നടന്നിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. മാള് നല്ലൊരു നടത്തകാരിയാണ്. എനിക്ക് തോന്നുന്നു മാള് പേടിച്ചിട്ട് ഓടിയിട്ടുണ്ടോ ഗൈസ്. പേടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ മാള് വീട്ടിൽ. അല്ലാണ്ട് ഞാൻ അമ്മയോട് ഓട്ടോറിക്ഷയ്ക്ക് വന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്ക് മാളെങ്ങനെ മാളിനെ നോക്കി ഞങ്ങളുടെ അവിടെ വരെ പോയി. മാളിനെ നോക്കിയിട്ട് മാളുവിനെ കൊണ്ടുവരാൻ പോണം. മാള് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു മാള് വീട്ടിലെത്തി ഉണ്ടാവും. മാളിനെ കൊണ്ടുവരാൻ അവിടെ വരെ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു മാള് വീട്ടിലെത്തി. ഇല്ലില്ല ഊല്ല ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ പറയൂ. കാണുന്നില്ല. കാണിക്ക്. ധ്രുവൻ 5 out of 6 കിട്ടിയിരിക്കുന്നു. 6 out of 5 കിട്ടിയിരിക്കുന്നു. സ്മൈലി അതേപോലെ അല്ല, കാര്യം എന്തിട്ടാന്ന് പറയും. കാര്യം ഇവരോട് പറഞ്ഞിട്ടില്ലല്ലോ. ആ ഗൈസ്, ലച്ച് പോയ വണ്ടിയുടെ പെട്രോൾ തീർന്നു. ലച്ചുവിന് മീനിനെ തിരിച്ചു വരണം കാണാനില്ല. കാണിക്കും. ധ്രുവനുണ്ട് ഫുള്ള് വീഡിയോ അല്ലേ. മീനിനെ നമുക്ക് കണ്ടു കിട്ടി. ലച്ച് മീൻ പറയും മീനാക്ഷി. പിന്നെ മാളുവിന് തലക്ക് പിരാന്ത് ഗൈസ്. ആളിനോട് ഹൈവ വരെ നടക്കണം. മീനിനെ കാണുമായില്ല എന്ന് പറഞ്ഞാൽ മീന് എന്താ പോയ പോലെ ഇരിക്കുന്നു. ഞങ്ങൾ പെട്രോൾ കഴിഞ്ഞു, നിങ്ങളെ കാണാനില്ല എന്നിട്ട് നടന്നത് ഞങ്ങൾ ഇങ്ങോട്ട്. ஃப்ரெண்ட்ஸ், பாண்டியம்மாள் 1 day கிளாஸ்ல ஜாயின் பண்ணிருக்காங்க. அவங்களுக்கு சைக்கிள் பேலன்ஸே கிடையாது. சூப்பரா ஓட்டிட்டாங்க. வாழ்த்துக்கள் பாண்டியம்மா சிஸ்டர். മാളുണ്ട് വേറൊരു സാധനമുണ്ട്. അത് പറയണില്ല ഗൈസ്. നമുക്ക് Q&A ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കണം മാളുവിന്റെ സൈക്കിൾ. അപ്പൊ ചോദിക്കണം മാളുവിന്റെ സൈക്കിൾ ക്വസ്റ്റ്യൻ എല്ലാവരും പറഞ്ഞണം. അപ്പൊ മാള് തന്നെ ഇത് പറയും. അല്ലെങ്കിൽ ഞാനും മീനും കൂടി പറയാം. അത് പറയും. ധ്രുവ മെസ്സിയുടെ ടീമാണ്. എന്നിട്ട് ഇത് മീൻ ഇട്ടുകൊണ്ട് നടക്കണം. എന്നിട്ട് ബ്രസീലിന്റെ ജേഴ്സി ഇട്ടുകൊണ്ട് നടക്കണേ. എന്തിനാ ടീം നോക്കണേ. റൊണാൾഡോയുടെ ടീമും ബ്രസീലിന്റെ ജേഴ്സിയും. എന്നിട്ട് എന്നിട്ടായിരുന്നു സ്കൂളില് കുഴപ്പമില്ല. സ്കൂള് കുഴപ്പമില്ല, പക്ഷെ പഠിക്കാനുള്ളത് കുഴപ്പമാണെന്നാണ് ധ്രുവൻ പറയാം. ധ്രുവൻ പറയാം ഇടയ്ക്കിടയ്ക്ക് അവൻ LKG മതിയായിരുന്നു. എത്ര വർഷം പഠിക്കാൻ കിടക്കുന്നത്? എത്ര വർഷം? ഒരു 16 വർഷം പഠിക്കാൻ കിടക്കും. ധ്രുവൻ എത്ര വർഷം പഠിച്ചു? ധ്രുവ 4 വർഷം പഠിച്ച നീ? 3 വർഷം. അംഗനവാടി, ഒരെണ്ണം UKG, ഒരെണ്ണം സെക്കൻഡ് LKG, പ്ലേ സ്കൂൾ,
പിന്നെ പ്ലേ സ്കൂളിലൊക്കെ ദൂരം പോയിട്ടുണ്ട്. ആ ധ്രുവനൊരു വലിയൊരു ഓട്ടക്കാരനാണ് ഗൈസ് അല്ലേ? ധ്രുവൻ തന്നെ പറയും. ധ്രുവൻ ഇപ്പൊ അവിടെയും വരെ എത്തണം, കാണിച്ചുതരാം. ഓ മൈ ഗോഡ്, ധ്രുവൻ അവിടെ എത്തിക്കഴിഞ്ഞു ഗൈസ്. ധ്രുവൻ അവിടെ നിന്ന് തിരിച്ചു വരുന്നുണ്ട് ഗൈസ്. ധ്രുവൻ പറഞ്ഞു ധ്രുവന്റെ വീഡിയോ ഓടണ വീഡിയോ എടുക്കാൻ. പറയേ, എത്ര സെക്കൻഡ് കൊണ്ടാണ് നിങ്ങൾ ഓടിയെത്തിയത്? ധ്രുവൻ 2 സെക്കൻഡ് കൊണ്ടാണ് ഗൈസ് അവിടെ നിന്ന് ഇവിടെ വരെ ഓടിയെത്തിയത്. മീന അന്തം വിട്ട് കുന്തം പോലെ ഇതൊന്ന് ഞാൻ ഒരു സംഭവം അപ്പുറത്ത് പറമ്പിക്ക് അറിയാൻ പോണ്. ആദ്യം ഇങ്ങനെയാണോ പിടിക്കുക? ഇവിടെ വീണോന്ന് കിടക്കേണ്ടത് മരിച്ചേ പിടിക്ക്, അനക്കരുതേ. ഉറക്കെ പറഞ്ഞു. അല്ലെങ്കിൽ അത് ഓടിഞ്ഞത് കൊണ്ടുവന്നിട്ട് ആൾക്കാരെ പറ്റിക്കാൻ നോക്കണം. ചെറുത് കിട്ടിണ്ട് ചിലപ്പോ. നിങ്ങൾ എങ്ങനെ നോക്കിക്കോളൂ. അതീ തെങ്ങ് പിടിച്ചോണ്ടാണ് അങ്ങോട്ട് പോയത്. ആ തെങ്ങിന്റെ പകുതി വിട്ടുപോയി. ഞാൻ അറിഞ്ഞിട്ട് ആ തെങ്ങിന്റെ പകുതി കടാ, പകുതി എന്ന് പറഞ്ഞാൽ നിരത്തുന്നത് പകുതിയാണല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ സിസ്റ്റർ പറഞ്ഞാട്ട വേളാങ്കണ്ണിയിലില്ലേ, പള്ളിയുടെ അവിടെ ഇല്ലേ, സുനാമിയിലായിട്ട് 3 തെങ്ങിന്റെ പൊക്കത്തിൽ വെള്ളം വന്നു. ഇവിടെ പള്ളി എങ്ങനെ പോവാ, ബ്രിട്ടീഷുകാരുണ്ടാക്കിയോ, നമ്മളെങ്ങനെ ഉണ്ടാക്കിയതാണെങ്കിൽ അപ്പൊ തന്നെ പോയ. ഞങ്ങൾ സിസ്റ്ററിന്റെ സുനാമിയുടെ കാര്യം പറയണ്ട. അങ്ങോട്ട് നോക്കൂ, നോക്കൂ, അവിടെ നിറച്ച് മറ്റേ മേഘങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കുന്നത്. അവിടെ അതാണ് കനകമല കാണുന്നത്. അതിൻ്റെ അവിടെ ഒരു സംഭവം ഉണ്ടായി കാണാൻ പറ്റില്ല, മേഘമൊന്നും കാണുന്നുണ്ട്. അവിടെ ഒരു പള്ളി പോലെ സാധനം ഉണ്ട്. മാളെ അങ്ങോട്ട് സൂം ചെയ്യാൻ എനിക്കറിയില്ല, ക്യാമറമാൻ സൂം ചെയ്യാൻ പറഞ്ഞിരിക്കണമെങ്കിൽ അവിടെ ഒരു പള്ളിയുണ്ട്. അങ്ങോട്ട് നമുക്ക് നടന്നു പോകാൻ പറ്റും. നടന്നു പോകണമെങ്കിൽ കൈയും കാലം വേണം, അല്ലെങ്കിൽ എല്ലാം നടക്കാൻ പറ്റില്ല. പള്ളി കാണുന്നുണ്ട് നോക്ക്. ക്യാമറമാനും പള്ളി കാണിച്ചു. അതന്നെ ആ ഒരു ഷിപ്പ് പോലെ, എനിക്ക് ഷിപ്പ് പോലെ ഷിപ്പല്ല, പോയിട്ടുണ്ട് കഴിച്ച് ഞങ്ങൾ അങ്ങോട്ട്, പക്ഷെ ഒരു കാര്യം ഓർമ്മയില്ല. മഴ വന്നു, കൊട 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 മഴ വന്നിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീട്ടിൽ കാണുന്നവരെ ബായ്. ഇപ്പം മഴ പെയ്തുകൊണ്ട് ഞാൻ പൊട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം.